ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ വെച്ചാൽ നമ്മളെ കോളേജിൽ നിന്ന് ക്യാമ്പിനുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാ നമ്മൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബസ്സിൽ നിന്ന് ഇതാ എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്തിട്ടാട്ടോ പോകുന്നത്. നമ്മൾ 1 ഡേ ക്യാമ്പാണ് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച ഈവനിങ് ആണ് പോയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ബുധനാഴ്ച ഈവനിങ് ആണ് വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. നമ്മൾ പാലക്കൻതട്ട് മൂൺ വാലി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എത്തിയപാടെ ഞാനിതാ ഈ വ്യൂ പോയിന്റിൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എന്താ പറയുക റൂം നോക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് പേര് ഇതാ ഇവിടെ ഇരുന്ന് ഊനാലാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാഗൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ബസ് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. ഇനിയാണ് ബാഗൊക്കെ വെക്കാൻ വേണ്ടി പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ടീച്ചേഴ്സൊക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളെ റൂം നോക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഗേൾസ് എല്ലാവരും പെൻറ്റ് ഹൗസിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ബോയ്സൊക്കെ സ്റ്റാറിന് മുകളിലുള്ള റൂമിലാട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ബോയ്സൊക്കെ ഇതാ അവരെ ബാഗൊക്കെ വെച്ചിട്ട് താഴോട്ടേക്ക് വരാണ്. ഇതാണ് നമ്മുടെ റൂമെന്നുള്ള വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഇതെല്ലാവരും നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് ഇതാ ഇവിടെ പൂളിന്റെ സൈഡ് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്യാമ്പിന്റെ പാക്കേജ് ബ്യൂട്ടി ഹോളിഡേയ്സിന്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ തൻസിക്കും ആൽബിൻ ചേട്ടനാണ് ഒന്നിച്ചുണ്ടായത്. അങ്ങനെ നമ്മളിതാ നേരെ ബോയ്സിൻ്റെ റൂം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പൂൾ സൈഡാണ് അവരുടെ റൂം വരുന്നത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു, നല്ല സൗകര്യമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാലക്കൻതട്ട് ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ആണെങ്കിൽ ഇതാ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് മുകളിലോട്ടേക്ക് പോവുകയാണ്. അപ്പം എല്ലാവരും ഇതാ സൊറ പറഞ്ഞിട്ടാട്ടോ വരുന്നത്. എല്ലാവരും ഇതാ ഈ ഫ്രെയിമിൻ്റെ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. പിന്നെ എല്ലാവരും ഇതാ ഇവിടെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ടീച്ചേഴ്സ്. അപ്പോൾ അവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ടാട്ടോ താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ താഴെ എത്തിയതിന് ശേഷം നമ്മൾ ചായയൊക്കെ വാങ്ങിക്കുടിച്ചു. എന്നിട്ട് നേരെ നമ്മൾ റിസോർട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ട്സൊക്കെ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ സെറ്റാക്കി വെക്കലേനു കേട്ടോ. പിന്നെ നമ്മളെ പൂൾ ടൈമും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പിന്നെ പൂളിലേക്ക് പോയി. അങ്ങനെ ഞാൻ കുറച്ച് നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി. അതിന് ശേഷം ഇതാ ഫ്രഷ് ആയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഇവിടെ നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും പൂളിൽ തന്നെയാട്ടോ ഉള്ളത്. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് കുബൂസും അൽഫാമായിരുന്നു. അതിനുശേഷം ഇതാ നമ്മളെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
നോക്കുന്ന വഴിയരികെ മാതോറും നേരത്തായി നീ നിറഞ്ഞരികെ നിന്നു നിറവേറ്റ ശരവന്നു നിറവേറാൻ ഞാനരികത്തുണേകാൻ ഞാനരികെ. കുറച്ച് പേർക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ടാട്ടോ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഡംഷറാസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ടീമായിട്ട് കളിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ പോയിട്ട് ഉറങ്ങി. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങുമ്പം. ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മോർണിംഗ് എഴുന്നേറ്റപ്പാട് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് പോയിട്ടോ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം സഫിയാണ് നമുക്ക് ചായ ഉണ്ടാക്കി തന്നത്. അങ്ങനെ ഇതാ ചായയൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഇരിക്കുന്നിടത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഊനാലൊക്കെ ആടിക്കൊണ്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ നോക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പുട്ടും മുട്ടക്കറി ആയിരുന്നു ഫുഡ് ഉണ്ടായത്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നേരെ പൂളിലേക്ക് പോയിട്ടോ. പൂളിലൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ ഫ്രഷായി നമ്മൾ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ചെക്കൗട്ട് ആവാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളെ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ ഇതാ ഒരു ഹോട്ടലിലേക്ക് ഇറങ്ങി അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചതിന് ശേഷം ഒരു ലൈമും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.